Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 14 വ്യാഴാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും സുഡാൻ ട്രാൻസിഷണൽ സോവറിൻ കൗൺസിൽ അധ്യക്ഷൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സുഡാനിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കാനുമുള്ള നീക്കങ്ങൾ ചർച്ചയായി. സമാധാന ശ്രമങ്ങൾക്ക് രാജാവ് പിന്തുണ അറിയിച്ചപ്പോൾ ബഹ്റിൻ നൽകിവരുന്ന സഹായങ്ങൾക്ക് അൽ ബുർഹാൻ നന്ദി രേഖപ്പെടുത്തി. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ബ്രിട്ടീഷ് ജോയിന്റ് ഓപ്പറേഷൻസ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ നിക് പെറിയുമായി റിഫ കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബ്രിട്ടൻ നൽകുന്ന പിന്തുണയെ കിരീടാവകാശി പ്രശംസിച്ചു. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ GCC അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കാൻ ആഭ്യന്തരമന്ത്രിമാരുടെ അടിയന്തര യോഗം തീരുമാനിച്ചു. ബഹ്റിൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന യോഗം GCC രാജ്യങ്ങളുടെ സുരക്ഷ അവിഭാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു. തീവ്രവാദ ഭീഷണികളെയും വിദേശ ഇടപെടലുകളെയും കൂട്ടായി നേരിടുമെന്നും വിവര കൈമാറ്റം കാര്യക്ഷമമാക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന അന്താരാഷ്ട്ര പ്രതിരോധ മന്ത്രിമാരുടെ വെർച്വൽ യോഗത്തിൽ ബഹ്റിൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ പങ്കെടുത്തു. UK-യും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച യോഗത്തിൽ സമുദ്രപാതകളുടെ സംരക്ഷണം, വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആഗോള വ്യാപാര പാതകൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സഹകരണം ശക്തമാക്കണമെന്ന് ഷെയ്ഖ് നാസർ ആഹ്വാനം ചെയ്തു. ബഹ്റിൻ സമുദ്രപരിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഓറഞ്ച് അടയാളങ്ങൾ അപകട മേഖലകളെ സൂചിപ്പിക്കുന്നതാണെന്നും ഇവയിൽ നിന്ന് അകലം പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബാബ്കോ എനർജീസിന്റെ സമുദ്ര സർവേയുടെ ഭാഗമായി സ്ഥാപിച്ച ഇവയ്ക്ക് സമീപം നീന്തുന്നതോ മീൻപിടുത്തം നടത്തുന്നതോ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. 2027 വരെ സർവേ തുടരുമെന്നതിനാൽ കടലിൽ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേണൽ ഡോക്ടർ ഒസാമ ബഹർ വ്യക്തമാക്കി. ബാങ്ക് കാർഡ് വിവരങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് ഡാറ്റയും നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുന്നവർക്കും കൈമാറുന്നവർക്കും കടുത്ത ശിക്ഷ നൽകാൻ ബഹ്റിൻ പാർലമെന്റിൽ ശുപാർശ. IT ക്രൈം നിയമത്തിൽ ഭേദഗതി വേണമെന്ന് MP ഡോക്ടർ അലി അൽ നുയൈമി ആവശ്യപ്പെട്ടു. പേയ്മെന്റ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്താൽ 6 മാസം തടവും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ 1 വർഷം തടവും ശിക്ഷ നൽകാനാണ് നിർദ്ദേശം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും ബാങ്കിംഗ് സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ബിൽ നിലവിൽ സമിതിയുടെ പരിഗണനയിലാണ്. ബഹ്റിൻ പാർലമെന്റിൽ നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഉടൻ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് സ്പീക്കർ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസ്ലം അറിയിച്ചു. നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പാർലമെന്റ് സമ്മേളനം നീട്ടിയിട്ടുണ്ട്. ഒഴിവുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും തൊട്ടടുത്ത മണ്ഡലത്തിലെ MPമാരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അംഗത്വം റദ്ദാക്കപ്പെട്ടവർ സംയുക്തമായി സമർപ്പിച്ച ബില്ലുകൾ സഭയിൽ നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലിലുണ്ടായ ബോട്ടപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർക്ക് ഹൈക്രിമിനൽ കോടതി തടവ് ശിക്ഷ വിധിച്ചു. അശ്രദ്ധമായി വെസലോടിച്ച ക്യാപ്റ്റന് 5 വർഷം തടവും 500 ദിനാർ പിഴയുമാണ് ശിക്ഷ. നിയമലംഘനം നടത്തിയ ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് 3 വർഷം 3 മാസം തടവും 1000 ദിനാർ പിഴയും വിധിച്ചു. പരിശോധനയ്ക്കിടെ കോസ്റ്റ് ഗാർഡ് വെസലുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മരിച്ച യുവാവിന്റെ മൃതദേഹം പിന്നീട് ഖത്തറിലാണ് കണ്ടെത്തിയിരുന്നത്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 സ്ത്രീകളെ കസ്റ്റംസ് പിടികൂടി. സംശയം തോന്നി നടത്തിയ ബോഡി സ്കാനിങ്ങിൽ ആകെ 168 മയക്കുമരുന്ന് ഗുളികകളാണ് കണ്ടെടുത്തത്. ആദ്യ യാത്രക്കാരിയിൽ നിന്ന് 100 ഗുളികകളും രണ്ടാമത്തെയാളിൽ നിന്ന് 68 എണ്ണവും പിടിച്ചെടുത്തു. പ്രതികളെയും തൊണ്ടിമുതലും ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റിന് കൈമാറി നിയമ നടപടികൾ ആരംഭിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 98.09% വിജയവുമായി ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ മികച്ച നേട്ടം കൈവരിച്ചു. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമുകളിൽ 100% വിജയമാണ് സ്കൂൾ നേടിയത്. പരീക്ഷ എഴുതിയവരിൽ 52 പേർ 90%-ന് മുകളിൽ മാർക്ക് നേടിയപ്പോൾ 21 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡ് കരസ്ഥമാക്കി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 99.5% വിജയവുമായി ന്യൂ ഇന്ത്യൻ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 202 വിദ്യാർത്ഥികളിൽ 102 പേർ ഡിസ്റ്റിങ്ഷനും 172 പേർ ഫസ്റ്റ് ക്ലാസും നേടി. സയൻസ് സ്ട്രീമിൽ നന്ദിനി ശ്രീദേവി കുമാരവേൽ 97.6%, കൊമേഴ്സ് സ്ട്രീമിൽ അൽഫിയ റജൻ വർഗീസ് 98.8% എന്നിവർ സ്കൂൾ ടോപ്പർമാരായി. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയവും എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഡിവിഷനും കരസ്ഥമാക്കി ഭവൻസ് ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചു. പരീക്ഷ എഴുതിയവരിൽ 91.18% പേർ ഡിസ്റ്റിങ്ഷൻ നേടി. 97.6% മാർക്കോടെ പ്രണവ് ബോബി ശേഖർ സ്കൂൾ ടോപ്പറായി. സാക്ഷിലാൽ 97.4%, ഇഷാൻ കേദാർ പാണ്ഡെ 97.2% എന്നിവർ തൊട്ടടുത്ത സ്ഥാനങ്ങൾ നേടി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ ഡയറക്ടർമാരും പ്രിൻസിപ്പലും അഭിനന്ദിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ന്യൂ മില്ലേനിയം സ്കൂൾ ബഹ്റൈൻ മികച്ച വിജയം കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 139 വിദ്യാർത്ഥികളിൽ 114 പേർ ഡിസ്റ്റിങ്ഷനും 38 പേർ 90%-ന് മുകളിൽ മാർക്കും നേടി. 97.60% മാർക്കോടെ ഷീമ തസീൻ സ്കൂൾ ടോപ്പറായി. വ്യോം ഗുപ്ത 97.40% രണ്ടാം സ്ഥാനവും രോഹൻ അതുൽ സിംഗ്വി, ദിയ വിവേക് 97% എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. 12 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും നേടി. വിജയികളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു. കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിൽ വൈസ് പ്രസിഡന്റുമാരായ റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ, റവറൻ അനൂപ് സാം എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് റവറൻ അനീഷ് സാമുവൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സഭാ പ്രതിനിധികൾ ആശംസകൾ നേർന്നു. 3 വർഷത്തെ സേവനത്തിന് ശേഷം മടങ്ങുന്ന ഇരുവർക്കും KCEC ഉപഹാരങ്ങൾ സമർപ്പിച്ചു. എബിൻ മാത്യു ഉമ്മൻ സ്വാഗതവും ജെറിൻ സാംരാജ് നന്ദിയും പറഞ്ഞു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.